പടം തീർന്നില്ല. പടം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല, ഓടി വന്നു. തിയേറ്ററിൽ ആസനം കഴിഞ്ഞ ഒരവസ്ഥയാണ്. പടം ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഒരു രീതിക്കും കൊള്ളത്തില്ല. ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല. മൊത്തം കാണാൻ ആദ്യമായിട്ട് ഞാൻ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് കാണുന്നില്ല. അത്ര എക്സ്പെക്റ്റഡ് ഒന്നുമില്ല. ഭയങ്കര ക്ലീശ സാധനം. നമ്മള് കണ്ട് മടുത്ത സെയിം സാധനം. ഇതൊക്കെ മണിരത്നത്തിന്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വളരെ സബ്സ്റ്റാൻഡ്. നായകനൊക്കെ പോലെ ഒരു ക്ലാസിക്കൊക്കെ നിൽക്കുന്നു. ഇത് ഒരു ഇതുമില്ല. വളരെ മോശമായിട്ട് എടുത്തേക്കുന്നു. ഒട്ടും പറയാല്ല. ഭയങ്കര റേറ്റിംഗ് 10ൽ 1 തന്നെ കൊടുക്കുന്ന വളരെ കഷ്ടിച്ച് കൊടുക്കേണ്ടി വരും. തീരെ പോരാ പടം. മൊത്തത്തിൽ ഇരുന്ന് ഉറങ്ങി. ലാഗ് എന്ന് വെച്ചാൽ ഭീകര ലാഗ്. പിന്നെ ആകെയുള്ള പോസിറ്റീവ് സൈഡ് പറയണമല്ലോ. ഒരു പടത്തിന് അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയുന്നതല്ല. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് പടം. പക്ഷെ എന്നാൽ പോലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് ഓപ്പണായി പറഞ്ഞല്ലേ പറ്റൂ. BGM കുഴപ്പമില്ല. ചില പോർഷൻസ് കമൽഹാസൻ എന്ന ആക്ടറിന്റെ മാക്സിമം ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ചിമ്പു അത്യാവശ്യം STRന്റെ നൈസ് കുറെ ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്ര തന്നെ. അല്ലാതെ മൊത്തത്തിൽ പടം ഫ്ലോപ്പ്. STR മാത്രം കൊള്ളാം. ബാക്കി എല്ലാം ഷോയോ. കമൽഹാസൻ പെർഫോമൻസ് കൊള്ളാം. അല്ലാതെ കഥയായിട്ട് അങ്ങനെ ഒന്നുമില്ല. മണിരത്നം എന്നുള്ള ഒരു ഇതുമില്ല. കൊള്ളൂല. അത്രയും പോരാ. ഒരു ബിലോ ആവറേജ് പടം. കൊള്ളത്തില്ല. അതായത് എന്ത് പറയാനാണ്, നമ്മൾ ആ മണിരത്നത്തിന്റെ ഒരു സിനിമ എന്ന് നോക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് മാത്രം ഒന്നുമില്ല. നമുക്ക് നിരാശ മാത്രം തന്നെയാണ് പടം തന്നിട്ടുള്ളത്. മ്യൂസിക് ഒന്നും കൊള്ളത്തില്ല. ഒന്നും കണ്ടു വന്ന സെയിം സാധനം തന്നെ. ഈ പഴയ വീഞ്ഞെടുത്ത് പുതിയ മോഡലിന്റെ പല ബ്രാൻഡ് കുപ്പികളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നണ്ടേ. ആ ഒരു രീതിയിലൊന്നുമില്ല. പക്ക ഗാങ്സ്റ്റർ പടം തോന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിയൽ പരിവാക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഉറപ്പായിട്ടും. കാരണം കണ്ടു പറഞ്ഞ സെയിം സ്റ്റോറി മനസ്സിലാക്കാനോ ഒന്നുമില്ല. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പെർഫോമൻസ് വൈസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ സ്റ്റോറി എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു കരുത്തില്ലാത്തൊരു സ്റ്റോറി. നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും സ്റ്റോറി എന്താണെന്ന്. വൺ ടൈം വാച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ഒരുപാട് പ്രേക്ഷകർ തക്കാക്കി കളഞ്ഞു. അതൊരു സത്യം പറഞ്ഞ പേര് നമുക്ക് പ്രേക്ഷകർക്ക് പറ്റിയൊരു പേരാണ് തക് ലൈഫ്. ഓഫീസിനോട് ഞാനാ വേഗം നോക്കി ഇറക്കിയത്. തക് ലൈഫ് ആയിപ്പോയി. പെർഫോമൻസ് ബേസ് ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ അടിപൊളി. സിനിമാറ്റോഗ്രാഫി അടിപൊളി. ബാക്കിയുള്ള സെറ്റപ്പ് അടിപൊളി. പക്ഷെ സ്റ്റോറിക്കൊരു കഴമ്പില്ല. ഒരു നട്ടില്ലാത്ത സ്റ്റോറി. വൺ ടൈം വാച്ച് അത്രേ പറ്റുള്ളൂ. താങ്ക് യു. ഭയങ്കര നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. പണ്ടത്തെ കമൽഹാസൻ ആ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഇസ് ദ പ്രോബ്ലം. ബിക്കോസ് നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഒരു ഗ്യാങ് വാർ എന്നാകുമ്പോൾ ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് തിങ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോൺറോ അല്ലെങ്കിൽ മൂവിയോ അല്ല. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. സ്റ്റോറിയാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാം. പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് ഒരു ഇമ്പാക്ട്. പുള്ളിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുള്ളി കൊണ്ട് എന്താ പറയാ ഒക്കാത്ത സാധനം എടുക്കുന്ന പോലെ ഒരു തുമ്പെ കൊണ്ട് കല്ലടിക്കുന്ന ആ ഒരു. പിന്നെ അതിനകത്ത് AI കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്നാലും വർക്കൗട്ട് ആയിട്ടില്ല വലിയ രീതിയിൽ. മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല. പുള്ളിയുടെ പഴയ സ്റ്റൈൽ തന്നെ പിടിച്ചേക്കുന്നത്. ഒരു അപ്ഗ്രേഡേഷൻ അതിനകത്ത് വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഗുഡ്. ഒരു വൺ വാച്ച് മൂവി. അതും കുറെ ലാഗ് ആണ്. അത്യാവശ്യം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടില്ല. ടിക്കറ്റ് എടുക്കാൻ വന്നത് ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ പറയാൻ ഇവിടെ വന്ന് നമുക്കൊരു ഡ്രിങ്ക്സും ഒരു പപ്സും കഴിച്ചിരുന്നെങ്കിൽ സന്തോഷമായിട്ട് പോകുമായിരുന്നു. കാര്യം അത്രയ്ക്ക് ദുഃഖമാണ്. ഞാൻ ദുഃഖത്തിലാണ്. കാര്യം കമൽഹാസന്റെ നല്ലൊരു പടമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് വളരെ ദയനീയ അവസ്ഥയാണ്. എനിക്ക് ഇന്നറലായപ്പോഴത്തേക്ക് ഇറങ്ങി പോകാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ വലിയൊരു സകലകല ബലവന്റെ ഒരു പടം ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാനാണ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അത്രയും സഹിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിപ്പോയി. സെക്കൻഡ് ഹാഫ് അതിനെങ്ങാട്ടി ഭയങ്കര മോശം. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തീരെ മോശം. പിന്നെ റഹ്മാന്റെ മ്യൂസിക് എന്ന് പറയാനായിട്ടൊന്നും ഇതിൽ വലുതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ഒരു സംഭവമില്ല. പിന്നെ 5 മണി പോകുന്നുള്ള ആ പാട്ടിന്റെ ഒരു ചെറിയൊരു മ്യൂസിക് അത് നമുക്കൊരു ഇമോഷണൽ ആകുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ മ്യൂസിക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫൈറ്റ് കാര്യങ്ങൾ ചിമ്പുനെ കൊണ്ടുവന്നിരിക്കുന്നത്. ചിമ്പുനൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ചിമ്പുനൊക്കെ കൊടുക്കേണ്ട ക്യാരക്ടറാണോ ഇത്? അല്ലെങ്കിൽ ഇത് മണിരത്നം കൊണ്ടുവന്ന് മണിരത്നം പഴയ കാലഘട്ടത്തിലെ കഥയും കൊണ്ടുവന്നിട്ട് ഇപ്പോഴും കൊണ്ടുവന്ന ഒരു BGM അതൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പറയാല്ലേ. നല്ല പശുവിന് വല്ല കാടിയിലേക്ക് കൊടുത്തിരുന്ന കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. അടിപൊളി. മണിരത്നത്തിന്റെ എല്ലാ ടച്ച് ഉണ്ടായിരുന്നു. നായകന്റെ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കൊള്ളാൻ. മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല. മൊത്തം അടി. നല്ല പടമാണ്. പോരില്ല. നല്ല കഥയുണ്ട്. കുഴപ്പമില്ല. ദൃശ്യം കമൽഹാസൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കഥാപാത്രം കൊള്ളാം.